ഹായ് ഫ്രണ്ട്സ്, CK's ഫാം എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ആട് വളർത്താം എന്നതിനെ കുറിച്ചാണ്. പലരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ആട് വളർത്തലിൽ കൂടുതൽ പേരും പണം ചിലവഴിക്കുന്നത് അവരുടെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പലരും പെല്ലറ്റ് ഫീഡുകളൊക്കെയാണ് ആടുകൾക്ക് മേടിച്ച് കൊടുക്കാറുള്ളത്. എന്നാൽ പെല്ലറ്റ് ഫീഡ് കുറച്ച് ആടുകൾക്ക് പുല്ലും ഇലവർഗ്ഗങ്ങളും എല്ലാം കൊടുക്കുന്നതായിരിക്കും നല്ലത്. പ്ലാവിൻ്റെ ഇലയും അതുപോലെ പുല്ലുവർഗ്ഗങ്ങളെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെല്ലറ്റ് ഫീഡിൻ്റെ അളവ് കുറക്കാവുന്നതാണ്. അതുപോലെ തന്നെ പല ആട് കർഷകരും ചെയ്യുന്ന മറ്റൊരു തെറ്റായ കാര്യമാണ് തുടക്കത്തിൽ തന്നെ കൂടുതൽ കൂടുകളെല്ലാം നിർമ്മിച്ചു വെക്കുക എന്നുള്ളത്. ആട് വളർത്തലിൻ്റെ ലാഭത്തിനനുസരിച്ച് മാത്രമേ കൂടുകൾ കൂടുതലായി നിർമ്മിക്കാൻ പാടുള്ളൂ. പിന്നെ ഹൈബ്രിഡ് ആടുകളെ ഒന്നും മേടിച്ച് വളർത്താതിരിക്കുക തുടക്കത്തിൽ. കാരണം അവർക്കെല്ലാം ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞുങ്ങളെയാണ് ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള മലബാറി ഇനത്തിൽപ്പെട്ട ആടുകൾക്ക് ഒരു പ്രസവത്തിൽ 2-3 കുഞ്ഞുങ്ങളെ വരെ ലഭിക്കുന്നതാണ്. അതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന ആടുകൾക്ക് പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. പല ആട് കർഷകരും തുടക്കത്തിൽ വലിയ വിലക്ക് ആടുകളെ മേടിച്ച് വളർത്താറുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം അവർക്ക് പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആടുകൾക്ക് അവർക്ക് വളരെ പ്രതിരോധശേഷി കുറവായിരിക്കും. അപ്പോൾ മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെല്ലാം മേടിച്ച് വളർത്താൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരാട് കർഷകനെ സംബന്ധിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആടുകൾക്ക് വരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. അതിലൊന്നാമത്തേതാണ് ദഹനക്കേട്. കൂടുതൽ ആടുകളും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു രോഗം തന്നെയാണിത്. ആടുകൾക്ക് ദഹനക്കേട് വരുന്നത് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങളെല്ലാം ആടുകൾക്ക് കൊടുക്കുമ്പോഴാണ് ദഹനക്കേട് വരുന്നത്. അതുപോലെ ചില ഇലവർഗ്ഗങ്ങൾ കഴിച്ചാലും ആടുകൾക്ക് ദഹനക്കേട് വരാനുള്ള സാധ്യതയുണ്ട്. റബ്ബറിൻ്റെ ഇല, അതുപോലെ തന്നെ കപ്പയുടെ ഇല, ഇതുപോലുള്ളതൊന്നും ആടുകൾ കൊടുക്കാതിരിക്കുക. ബേക്കറി ഐറ്റംസ് ഒന്നും ആടുകൾ കൊടുക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ ആടിനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.